ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനോട് ഒടുവിൽ പാകിസ്ഥാന്റെ ഉറ്റതോഴനായിട്ടുള്ള ചൈന ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങളെ നേരിടാമെന്ന് വിചാരിച്ചെങ്കിൽ അതൊരു മിഥ്യാധാരണയാണ് എന്നാണ് ഒടുവിൽ ചൈന പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാളും അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിച്ചു വെച്ച പാകിസ്ഥാൻ ആരായി? എന്നിട്ട് അവരുടെ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള HQ-19 HQ-16 ഇത് രണ്ടുമാണ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം. ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ നമ്പിയാണ് പാകിസ്ഥാൻ അവിടെ ഇന്ത്യയെ വെല്ലുവിളിച്ച് വലിയ രീതിയിൽ ഇതൊക്കെ എടുത്ത് അതിർത്തിയിൽ നിരത്തി നിന്നത്. പക്ഷെ ഇപ്പൊ ചൈന പറയുന്നത് ഞങ്ങൾ അത് ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു കുന്ത്രാണ്ടം അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ അതിനകത്ത് ഇത് കൂട്ടിയിട്ടില്ല, പിന്നെ അതുപോലുള്ള സൂപ്പർസോണിക് മിസൈലുകൾ ഒന്നും തടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് കൃത്യമായിട്ട് ഈ പാകിസ്ഥാനോട് ചൈന പറഞ്ഞു. ഇത് പാകിസ്ഥാന് വലിയ ഒരു ക്ഷീണമായി പോയി കേട്ടോ. ബ്രഹ്മോസ് തടുക്കാൻ പറ്റാത്ത ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തത് എന്നാണ് ഇപ്പോ പാകിസ്ഥാന് കൃത്യമായിട്ട് മനസ്സിലായത്. അല്ല, അത് നേരത്തെ തന്നെ നമ്മൾ പരീക്ഷിച്ചറിഞ്ഞതാണ്. അത് കഥ ഞാൻ നേരത്തെ ബിജുചേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ ബ്രഹ്മോസ് ഒരെണ്ണം കൈതട്ടി പാകിസ്ഥാനിലോട്ട് പോയി അവന്മാര് ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചപ്പോ എന്നിട്ട് നമ്മൾ പറഞ്ഞത് കൈതട്ടി വന്നതാണ്, നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. എന്നിട്ട് ഈ ബ്രഹ്മോസ് 3.5 മിനിറ്റാണ് ഈ പാകിസ്ഥാനകത്ത് കയറി അകത്തൂടെ കിടന്ന് കറങ്ങിയത്. ഇപ്പോ ചില വീട്ടുകളിൽ പട്ടിയെ വളർത്തും. അപ്പൊ കള്ളനകത്ത് കയറി വരുമ്പോ ഈ പട്ടി കള്ളനെ നോക്കി വാലാട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് വല്ലതും ഇട്ട് കൊടുക്കുമ്പോ പട്ടി അത് നിന്നോണ്ടിരിക്കും. കള്ളൻ കൃത്യമായിട്ട് പണി നടത്തി പോകുന്നത് പോലെ നമ്മുടെ മിസൈൽ 3.5 മിനിറ്റ് അവിടെ കിടന്ന് കറങ്ങിയിട്ടും ഈ ചൈനീസ് ഡിഫൻസ് സിസ്റ്റം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ്. ഇതിന് യാതൊരുവിധ അനക്കവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുപോലെയാണ് ചൈനീസ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന്. നീ എവിടെ നിന്ന് വന്നടാ മരഭൂതമേ എന്ന് പറയുന്നത് പോലെയാണ് ഈ ബ്രഹ്മോസ് പെട്ടെന്ന് എന്താ ചെയ്യുന്ന എൻട്രി ചെയ്യുന്നത്. അപ്പോ ഇത് തകർക്കാനുള്ളൊരു സെറ്റപ്പ് ഞങ്ങളിൽ ഇല്ലാന്ന് ചൈന പറയുമ്പോൾ ചൈന പാകിസ്ഥാന് കൊടുത്ത ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനാണോ ഇത് തകർക്കാനുള്ള സെറ്റപ്പ് ഇല്ല എന്ന് പറയുന്നത്? ചൈനയ്ക്ക് ഇതിനുള്ള സെറ്റപ്പ് ഉണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ടോ ചൈനയ്ക്ക്? ഇപ്പൊ ചൈനയിലോട്ട് നമ്മളൊരു ബ്രഹ്മോസ് പ്രയോഗിച്ചാൽ അവർക്ക് ഇങ്ങനെ ഇത് തകർക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ചൈനയുടെ ബീജിംഗ് അടക്കം നമ്മളെ ബ്രഹ്മോസിന്റെ റഡാറിനകത്തുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചൈനയെ ഇനി വിശ്വസിക്കണമോ? ഇത് ഈ വാർത്ത പുറത്തു വന്നത് അന്തർദേശീയ മാധ്യമങ്ങളാണ് ആദ്യം വന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളല്ലേ ഈ വാർത്ത കൊടുത്തിരുന്നു. അത് എങ്ങനെ ഇത് പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സംഘം, ഒരു പ്രതിനിധി സംഘം, മന്ത്രിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, നമ്മുടെ ഇവിടുന്ന് ശശി തരൂരൊക്കെ പോകുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ ഒരു സംഘത്തെ വാഷിംഗ്ടണിലേക്ക്, അമേരിക്കയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമേരിക്ക പോയ സംഘത്തിന്റെ ഒരു മന്ത്രി അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, കേവലം 8 വിമാനങ്ങളും 400 മിസൈലുകളും വെച്ച് പാകിസ്ഥാനെ തരിപ്പണമാക്കുകയാണ് ഇന്ത്യ ചെയ്തത്. ഞങ്ങളുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പിന്നാമ്പുറം തേടി പോയപ്പോഴാണ് ഈ ഒരു വേറൊരു വാർത്തയുമായിട്ടാണ് പിന്നെ മാധ്യമങ്ങൾ വരുന്നത്. അതായത് വലിയ തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ തങ്ങളുടെ അതൃപ്തി ചൈനയെ അറിയിച്ചു. കാരണം അവരുടെ ഈ പറയുന്ന HQ-9B, HQ-16 ഇതൊക്കെയായിരുന്നു മിസൈൽ പ്രതിരോധ സംവിധാനം. ഇത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം 250 മുതൽ 300 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ഏത് മിസൈലിനും തകർത്ത് തരിപ്പണമാക്കും. അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തിൽ, പ്രതിരോധ സംവിധാനത്തിന് തുല്യമാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന ഈ HQ-9Bയും ഈ പറയുന്ന HQ-16 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇനി ഇതിലും വലിയ ആർഭാടമായിട്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം പാകിസ്ഥാൻ നടത്തിയത്. 2022 ഇത് വരുന്നു എന്നൊക്കെ ഉള്ള ഭയങ്കര, അവിടെ അങ്ങനെയാണല്ലോ, പാകിസ്ഥാനിൽ അവർ ഒരു ഓലപ്പടക്കം ഉണ്ടാക്കിയാലും വലിയ പബ്ലിസിറ്റി ആയിരുന്നു കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഇപ്പൊ നമ്മൾ പലതും ഈ ഒരു യുദ്ധ സമയത്താണ് നമ്മുടെ കയ്യിൽ ഇന്ന ആയുധങ്ങളുണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത്. ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയില് അതിനകത്ത് നമ്മുടെ ഒരു ഭീരങ്കി ഷെല്ലുകൾ, അതിന്റെ 4 വെറൈറ്റി 2 വർഷത്തിനുള്ളിൽ ഇറങ്ങിയിരുന്നു. നമ്മൾ ഇന്നാണ് അതിന്റെ വാർത്ത അറിയുന്നത് പോലും. ഇതാണ് നമ്മുടെ കാര്യം. പക്ഷെ അവരങ്ങനെയല്ല, അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ ഈ HQ-9Bയും HQ-16 ഒക്കെ പിന്നെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് വലിയ ആഘോഷമായിട്ട് വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല, 300 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ നിന്ന് വലിയ ദൂരമില്ലല്ലോ, ഇന്ത്യൻ അതിർത്തിയിലേക്കല്ല, ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പോലും ദൂരമില്ല. അപ്പം ഇന്ത്യ എവിടുന്ന് തന്നെ മിസൈൽ വിട്ടാലും തകർക്കാൻ പറ്റുമെന്നൊക്കെയായിരുന്നു വലിയ ഗീർവാണ്. അത് പറഞ്ഞിട്ട് ഏതാണ്ട് 1 മാസം കഴിയുമ്പോൾ ഇന്ത്യ ഗുജറാത്തിൽ നിന്നായിരുന്നു ഒരു ബ്രഹ്മോസ് മിസൈൽ, അതിനകത്ത് പക്ഷേ പോർമുനകളൊന്നും ഘടിപ്പിച്ചിരുന്നില്ല, ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് പോയി. അത് കറാച്ചിക്ക് സമീപം ഒരു മതിലിൽ ഇടിച്ച് നിന്നു. ആളപായങ്ങളൊന്നും ഉണ്ടായില്ല. ധനുഷ് പറയുന്നത് നമുക്ക് 3.5 മിനിറ്റ് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളും കണ്ട് സലാം പറഞ്ഞിട്ടാണ് അവസാനം അത് മതിലിൽ ഇടിച്ച് നിൽക്കുന്നത്. അപ്പോഴത്തേനും ഇന്ത്യ പ്രസ്താവന ഇറക്കി, ഇത് ഞങ്ങൾക്ക് ഒരു എറർ സംഭവിച്ചതാണ്, ഞങ്ങൾ എന്തായാലും ആ എറർ സംഭവിച്ച എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു,
തുടർ നടപടി എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ സർവീസിൽ നിന്ന് നീക്കം ചെയ്യും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പേരൊന്നും പറഞ്ഞിരുന്നില്ല, അതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. സാധാരണ ഇങ്ങനെയുള്ള എററുകൾ സംഭവിക്കാറുണ്ട്, സ്വാഭാവികമാണ്. കാരണം പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളെയൊക്കെ അറിയിക്കാറുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ പരീക്ഷണം, ഇത് പരീക്ഷണമായിരുന്നില്ല, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അത് പാകിസ്ഥാൻ പക്ഷെ അന്നത് ചെയ്തത് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ത്തിനെ മറികടക്കാൻ ബ്രഹ്മോസിന് അറിയാമോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ്. രണ്ടു മൂന്ന് കോൺസ്പിറസി തിയറികൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ തായ്വാനും ഒപ്പം തന്നെ മറ്റ് ഈ ആസിയാൻ രാജ്യങ്ങളിൽ ചിലതൊക്കെ ഇന്ത്യയുടെ നിന്ന് ബ്രഹ്മോസ് വാങ്ങിക്കാൻ വന്നിരുന്നു. അപ്പൊ അവർക്ക് ഇതിന്റെ റേഞ്ചിൽ ഒരു അങ്ങനെയാണല്ലോ, നമ്മൾ ഡിസ്പ്ലേ കാണിച്ചു കൊടുക്കണമല്ലോ. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിക്കുമ്പോഴത്തേനും ഈ കടക്കാരൻ പറയുന്നത് മാത്രമല്ല, അപ്പൊ അത് നമുക്ക് കാണിച്ചു തരുമല്ലോ ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അവർക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കാണിച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല, ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്. മറ്റൊരു പറയുന്നത് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2022 ഇങ്ങനെ ഒരു ബ്രഹ്മോസ് അവിടെ വിട്ടത്. പക്ഷെ അതിനകത്ത് ഒരു അപകടകരമായി ആവുന്നില്ല, സ്ഫോടക വസ്തുക്കളോ അങ്ങനെയുള്ളതൊന്നുമില്ല, വെറും ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമായിരുന്നു, ഒരു കാലി സാധനമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ചൈന പറയുന്നത് അത് അന്ന് അവരത് വിട്ടത് ഇതിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ചെക്ക് ചെയ്യാനായിരുന്നു. അതായത് 2022 സംഭവം ചൈന ഇപ്പോഴാണ് പാകിസ്ഥാനെടുത്ത് ആ ഞെട്ടിപ്പിക്കുന്ന സത്യം വിളിച്ചു പറയുന്നത്. അപ്പോൾ ചൈന പറയുന്നത് ഇത്തരത്തിൽ ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് മിസൈലുകൾ തടയാനുള്ള സംവിധാനം HQ-9Bയിലും HQ-16ലും ഇല്ല. കാരണം ബ്രഹ്മോസ് പുതിയതായിട്ട് വന്ന ഒന്നായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നില്ല. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന സിസ്റ്റം ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ചൈന ഈ സാധനം കൊടുക്കുമ്പോൾ അന്ന് വലിയ മാധ്യമങ്ങളിൽ പാകിസ്ഥാനിലൊക്കെ തലക്കെട്ടായിരുന്നത് 250 മുതൽ 300 കിലോമീറ്റർ വരെയുള്ള എന്ത് ശത്രുവിന്റെ സാധനവും അടിച്ച് തകർക്കും, അത് കൂടാതെ തന്നെ അമേരിക്കയുടെ പേട്രിയറ്റിന് തുല്യമാണെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാന് കാര്യം മനസ്സിലായി. ഇതിന്റെ അർത്ഥം ചൈനയ്ക്ക് നമ്മളെ തടയാൻ ശേഷിയില്ല എന്നുള്ളതല്ല. നമ്മളുടെ ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് ഇപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ നമ്മുടെ ഇന്ത്യയുടെ സിന്ദൂറിന് കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ പക്കൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നും അത് ഏത് രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള ഒരു വലിയ സന്ദേഹം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഒരു വലിയ കരുത്തും. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിടാറുമില്ല, അതൊട്ട് അറിയാറുമില്ല. വളരെ ഇന്നിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്ത 2 വർഷമായിട്ട് 4 വേർഷൻ അവരിറക്കി, 4 മോഡലുകൾ അവരിറക്കി. അതിനകത്ത് 4ാമത്തെ മോഡലിന്റെ വാർത്ത നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ബാക്കി 3 വാർത്ത നമ്മൾ അറിഞ്ഞിട്ടേ പോലും ഇല്ല. അത് 155mm എന്ന് പറഞ്ഞൊരു ബീരിംഗ് ഷെല്ലാണത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് അതിനുശേഷം അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ എയർ ഡിഫൻസ് സിസ്റ്റം തരണം. കാരണം ഇന്ത്യയെ പോലെ കരുത്തനായ, അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയെ പോലെ കരുത്തനായ ഒരു രാജ്യം ആയുധബലത്തിൽ അവർ പല ഇങ്ങനെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾക്കെതിരെ നടത്തിയത്, അതിനെ തടയിടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് അത് തരണമെന്നാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ ചൈനയുടെ ഒരു ചെറിയ പ്രസ്താവന വന്നിട്ടുണ്ട്. ചൈന പറയുന്നത് ഞങ്ങൾ തന്ന ആയുധങ്ങൾ പോലും നേരെ ചൊവ്വേ അവർ ഉപയോഗിച്ചിരുന്നില്ല എന്നൊരു പ്രസ്താവനയും ചൈന കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ ആ ഒരു സാധനം തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം. അതായത് അമേരിക്ക തന്നെ, ഇതെനിക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പാവങ്ങൾക്ക് IMF-ൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ലോൺ കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഈ അമേരിക്കയാണ്. ആ ലോണിന്റെ പകുതിയും കൊണ്ട് ഇപ്പോൾ അമേരിക്ക പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലുമൊക്കെ 2-3 എയർ ഡിഫൻസ് സിസ്റ്റവും മിസൈലും അതും ഇതൊക്കെ കൊടുത്ത് അങ്ങനത്തെ പരിപാടിയുണ്ട്. എന്തായാലും ഇപ്പം അമേരിക്ക ആ പൈസ സാങ്ഷൻ ആയി കൊടുക്കുന്ന ആ പൈസയുടെ പകുതി കൊണ്ട് ചൈനയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. എന്തായാലും അവർക്ക് നന്നായിട്ട് അറിയാം പാകിസ്ഥാൻ ഈ പൈസ കൊടുത്തിട്ട് അവിടുത്തെ ജനത്തിനെ നന്നാക്കാൻ പോകുന്നില്ല, ഇത് കുറച്ച് ഭീകരന്മാർക്കൊക്കെ ഫണ്ടിങ് ചെയ്ത് കൊടുക്കും, ബാക്കി ഉള്ളത് ആയുധം വാങ്ങാനാണെന്ന് അറിയാം. എന്തായാലും അമേരിക്ക ഇടപെട്ടിട്ട് ആ പൈസ കൊടുക്കുമ്പോഴത്തേനും അവർക്ക് ചൈനയ്ക്ക് അത് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നു, അവർക്ക് തന്നെ അറിയാം എത്രയായിരുന്നു കൊടുത്തത്, 8,000 കോടി രൂപ. അതിലിപ്പോ ഒരു 4,000-5,000 കോടി രൂപയുടെ സാധനം ഇപ്പൊ കൊടുത്തു വിടും. 5,000 കോടി രൂപ അതിൽ നിന്ന് പോയേ, ബാക്കിയുള്ളത് വെച്ചിട്ട് ബാക്കി കുറച്ചൊക്കെ ഭീകരന്മാർക്ക് കൊടുക്കും, ബാക്കി അവിടെ പട്ടാളം പോക്കറ്റ് ഇടും. അങ്ങനെ ഏതാണ്ടൊക്കെ 8,000 രൂപയ്ക്ക് ഒരു കണക്കായി. അപ്പൊ ഇതാണ് മറ്റേ മിന്നാത സിനിമയിൽ മറ്റേ ലോട്ടറി അടിക്കുന്ന ഉണ്ണുണ്ണി ചായം പിടിക്കുമല്ലോ, മറ്റേ ലോട്ടറി അടിക്കുമ്പോ പിടിച്ചിട്ട് പറയുമല്ലോ കിട്ടുന്ന പാതി ഞാൻ എടുക്കും, പിന്നെ കടക്കാർക്ക് മൊത്തം കൊടുത്തിട്ട് മിച്ച വല്ല ഉണ്ടെങ്കിൽ നിനക്ക് തരും എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഡീലിങ്സ്. അതെ, 8,000 കോടി കൊടുത്തു, ഇത് കൈ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേനും ഇവന്മാർ അവിടെ പോയിട്ട് ആയുധ ഡീലിംഗ് വെച്ചു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് വരും, സാധനം വരും. അപ്പൊ ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ചൈനയുടെ ഒരു പ്രസ്താവന ഒരു അക്ഷരാർത്ഥത്തിൽ മറ്റ് ചില രാജ്യങ്ങൾ, ചൈനയിൽ നിന്ന് ആയുധം മേടിക്കുന്ന വേറെ ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ ആണെങ്കിൽ പോലും ചെറിയ ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. അവരെയും എല്ലാം ഇതൊരു ചുറ്റിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവർക്ക് ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് പോയിരിക്കുന്നു. അതായത് ആയുധ വിപണിയിൽ നിന്ന് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ ചൈനയുടെ ഡിഫൻസ് വെപ്പൺസിന് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇതിൽ നിന്നുള്ള ഒരു രത്നച്ചുരുക്കം. ഒരുപക്ഷെ അവർ ഭാവിയിലേക്ക് ഇതുവരെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളിപ്പം 7ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കുന്നു,
അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, സ്റ്റാർ വാർ ഒക്കെ ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, കാരണം അതൊന്നും എങ്ങും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ പാകിസ്ഥാനാണ് അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ഏറ്റവും കൂടുതൽ ആയുധത്തിന്റെ പങ്കാളിയും പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാന് കൊടുത്തതൊക്കെ വേസ്റ്റ് ആയിരുന്നു എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനെ വെല്ലുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ എനിക്ക് രസകരമായിട്ട് തോന്നിയത് പാകിസ്ഥാന്റെ മന്ത്രിയുടെ ആ ഒരു പ്രസ്താവന. ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പത്രക്കാരെ അഭിമുഖീകരിക്കാൻ അറിയത്തില്ല, ഉള്ളതെല്ലാം വിളിച്ചു പറയും. അവിടെ പോയിട്ട് പറഞ്ഞ് വെറും 8 വിമാനവും 400 മിസൈലും കൊണ്ടാകുമ്പോൾ ഞങ്ങളെ തരിപ്പണമാക്കിയെന്ന്. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായിപ്പോയെന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. കേവലം 8 വിമാനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോഴും അത് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിമാനം അടിച്ചിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇവന്മാർക്ക് ഒരു എക്കും ബുക്കും അറിയത്തില്ല, വിമാനം അവിടെ അടിച്ചിട്ടെങ്കിൽ തെളിവ് കൊടുക്കണ്ടേ. അവർ പറയുന്നില്ല, അങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങളും കേൾക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ആ മന്ത്രിയുടെ കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, കൊള്ള സത്യങ്ങൾ പറയുന്നത് പാവങ്ങളോടാണ് അവര്. ഏതായാലും ഈ ചൈനയുടെ പ്രസ്താവന കൊണ്ട് ചൈനയ്ക്ക് തന്നെയാണ് അത് ദോഷകരമായി ബാധിക്കുന്നത്. കാരണം അവരുടെ ബിസിനസ്സിനെ അത് ഒരുപാട് ദോഷകരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. ഡള്ളായിട്ടുണ്ട്, ഒരുപാട് ഡള്ളായിട്ടുണ്ട്. എന്തായാലും ചൈന ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചൈനയെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. പാകിസ്ഥാന് എത്ര അനുഭവങ്ങളുണ്ട്. പക്ഷെ പാകിസ്ഥാന് ചൈന അല്ലാതെ വേറൊരു രാജ്യം ഇല്ല ആശ്രയിക്കാനുള്ളത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആരും കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന് 2014 നരേന്ദ്രമോദി വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്ത. അതായത് ഈ അന്ന് നവാസ് ഷെരീഫ് ആയിരുന്നു തോന്നുന്നു. നവാസ് ഷെരീഫ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നു, 2 കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വിഷമിച്ച് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തൊടയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ എന്തോ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ എന്തോ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ രണ്ടുപേരുടെ ദാരിദ്ര്യം മാറ്റണ്ടേ, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ്. പക്ഷേ അന്ന് തൊട്ട് തുടങ്ങിയ അനുനയിപ്പിക്കാൻ നീക്കം നടത്തി, പാകിസ്ഥാന് കൈ കൊടുക്കാൻ നീക്കം നടത്തി, പാകിസ്ഥാൻ കേട്ടില്ല. പല രാജ്യങ്ങളും പാകിസ്ഥാൻ അടുപ്പ്, സൗദി പോലും പാകിസ്ഥാനെ അടുപ്പിക്കുന്നില്ല. ചൈന മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ചൈനയിലോട്ട് പോയി പാകിസ്ഥാൻ ആശ്രയത്വം തേടുന്നത്. അതുകൊണ്ടാണ് കോവിഡിൽ ചൈന സെക്കൻഡ് ഹാൻഡ് അണ്ടർവെയറിന് കൊടുത്ത മാസ്ക് ആണല്ലോ ചൈന പാകിസ്ഥാന് കൊടുത്തത്. ആ രാജ്യത്തെ ജനങ്ങൾ വളരെ ഗതികേടിലാണ്, കാരണം ആ മാസ്ക് പോലും ഇട്ടാണ് അവർ കോവിഡിനെ പ്രതിരോധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന് വേറെ ഓപ്ഷൻ ഇല്ല, അത് വേറെ കാര്യം. ഇനിയും പാകിസ്ഥാന് ചൈനയുടെ കയ്യിൽ നിന്ന് തന്നെ ആയുധങ്ങൾ വാങ്ങിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അവസ്ഥയാവും, അമേരിക്ക അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും നോക്കാം ഭാവിയിൽ ഇത് എന്തായി മാറും എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു വിച്ചർ, താങ്ക് യു സോ മച്ച്.